എന്തായാലും മാഡം പരിചയപ്പെടുത്തി. പേര് വിഷ്ണു. കോഴിക്കോടാണ് സ്വദേശം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അപ്പെക്സ് ടോക്കൺ എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റും അതേപോലെ കുറച്ച് മാസങ്ങളായിട്ട് ക്രിപ്റ്റോ മേഖലയെ കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിലുപരി നമുക്കറിയാം ഇന്ന് വളരെ ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പൊ ഞാനും ശരിക്കും പറഞ്ഞ ഒരു 1 ഇയർ മുന്നേ ഒക്കെ നോക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞ ഒരു 6 വർഷത്തോളായിട്ട് വർക്ക് ചെയ്യുന്നു. അതേപോലെ ആ മേഖലയിൽ ഒരുപാട് പ്രോഗ്രാമുകളും ട്രെയിനിങ്ങുകളും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ സാധിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു മേഖലയെ കണക്ട് ചെയ്തുകൊണ്ട് ക്രിപ്റ്റോ മേഖലയിൽ വന്ന ഒരു പ്രൊജക്റ്റ് എന്നുള്ള രീതിക്ക് ഒരുപാട് പ്രൊജക്റ്റുകൾ വരാറുണ്ട്. എന്നാൽ പോലും ചില സവിശേഷതകൾ ഉള്ളത് കൊണ്ടും തീർച്ചയായിട്ടും വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയതുകൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്ന അപ്പെക്സ് ടോക്കൺ എന്ന് പറയുന്ന പ്രൊജക്ട് ഞാൻ ഏറ്റെടുത്തത്. തീർച്ചയായിട്ടും എന്താണ് ഈ പ്രൊജക്ട് എന്ന് ഞാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, പക്ഷെ ഇന്ന് ഈ മീറ്റിംഗിൽ നമുക്കറിയാം സൂം മീറ്റിംഗ് അല്ലെ, ഓൺലൈൻ മേഖലയുടെ സാധ്യതയെ കുറിച്ചൊക്കെ തന്നെയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് 500ഓളം വ്യക്തികൾ, എനിക്ക് തോന്നുന്നു ഞാൻ ഉൾപ്പെടെ 500ഓളം വ്യക്തികൾ പുതിയൊരാൾക്ക് കയറാൻ കഴിയുന്നില്ല. അപ്പെക്സ് ടോക്കന്റെ പ്രോഗ്രാം ആ രീതിക്ക് വളർന്നു. ഇത്രയും ആളുകൾ ഇന്ന് അല്ലെ, സാങ്കേതിക വിദ്യയുടെ വളർച്ച മൂലമാണ് നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന്, അല്ലെങ്കിൽ പല ആളുകളും ട്രാവലിങ്ങിലൊക്കെ ഇരുന്ന് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്തായാലും വളരെ ചുരുങ്ങിയ സമയം, എനിക്കൊരു 15-20 മിനിറ്റ് സമയത്തിനുള്ളിൽ എന്താണ് ഈ പ്രൊജക്ട് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയും. ആദ്യമായിട്ടൊക്കെ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് കേൾക്കാൻ വന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു മീറ്റിംഗ് അവസാനിക്കുന്നത് വരെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നീടും ചിലപ്പോൾ നമുക്ക് ഏതൊരു കാര്യം കേട്ടാലും നമുക്ക് പിന്നീട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടാവും, മനസ്സിലാകാത്ത വ്യക്തതയില്ലാത്ത കാര്യങ്ങളുണ്ടാവും. അത്തരം കാര്യങ്ങൾ ഈ മീറ്റിംഗിലോട്ട് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തികളെ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം കോണ്ടാക്ട് ചെയ്ത് ക്ലിയർ ചെയ്യാം. എന്തായാലും ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഇവിടെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. മാഡം ഒന്ന് സ്ക്രീൻ കണക്ട് ആയാലും ഒന്ന് പറയണേ. ഓക്കെ. താങ്ക് യു. ഓക്കെ, ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു, ഇതൊരു ക്രിപ്റ്റോ പ്രോജക്റ്റ് ആണ്. ഒരു പക്ഷെ ഇന്ന് ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ക്രിപ്റ്റോ മേഖലയെ കുറിച്ച് അറിയുന്ന ആളുകളാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും പല ക്രിപ്റ്റോ എന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ടെങ്കിൽ ക്രിപ്റ്റോ മേഖലയെ കുറിച്ച്, ചില കോയിനെ കുറിച്ചും ട്രേഡിങ്ങിനെ കുറിച്ചും ഒക്കെ അവർ പോലും സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് ഒരു പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് കഴിഞ്ഞൊരു 2-3 വർഷത്തിന് മുൻപേ നോക്കുന്ന സമയത്ത് ഈ മേഖലയെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അപ്പം നമ്മളിത് അറിയാത്ത ആളുകളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇത് പഠിക്കണം. അതിന്റെ ഏറ്റവും നല്ലൊരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്താണ് ക്രിപ്റ്റോ കറൻസി എന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയമല്ല, ഇതൊരു ഡിജിറ്റൽ ഫോം ഓഫ് പേയ്മെന്റ്, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ കറൻസി, അതും അല്ലെങ്കിൽ ഒരു വെർച്വൽ കറൻസി എന്നൊക്കെ പറയാം. ഏതൊരു കറൻസി ആയിക്കോട്ടെ അതിന്റെ പുറകിൽ പല പ്രോജക്റ്റുകളും ഉണ്ടാവാറുണ്ട്. അത് തന്നെയായിരിക്കും ഒരു ക്രിപ്റ്റോ കറൻസിയുടെ വളർച്ച എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ചിലർക്കെങ്കിലും പരിചയം ഉണ്ടാവും, ഒരുപക്ഷെ ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് പരിചയം ഉണ്ടാവും. ലോകത്തിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് 2009 ലോഞ്ച് ചെയ്ത ബിറ്റ്കോയിൻ ആണ്. ഇന്ന് ബിറ്റ്കോയിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം ഇന്ത്യൻ രൂപ 87 ലക്ഷം രൂപ അല്ലെങ്കിൽ അതിന് മുകളിലാണ്. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മളിന്ന് പറയാറുണ്ട് മാതാപിതാ ഗുരു ദൈവം എന്ന് മുൻപ് പറഞ്ഞ കാര്യം, ഒന്ന് മാതാപിതാ ഗൂഗിൾ ദൈവം എന്നാ പറയാ. തീർച്ചയായിട്ടും ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുന്ന ബിറ്റ്കോയിന്റെ വില എന്താണ്. എന്നാൽ അതേ ബിറ്റ്കോയിൻ 16 വർഷം മുന്നേ $1 നമ്മൾ ചിലവഴിച്ചിരുന്നെങ്കിൽ, അഥവാ 60 ഇന്ത്യൻ രൂപ കൊണ്ട് 13,000 ബിറ്റ്കോയിൻ നമുക്ക് സ്വന്തമാക്കാൻ കഴിയായിരുന്നു. ഇന്ന് ഞാൻ ഒരു ബിറ്റ്കോയിന്റെ വില പറഞ്ഞത് 87 ലക്ഷം രൂപ. 2011 പോലും, ഒരുപക്ഷെ നമ്മൾ ആലോചിച്ചു 2011 ഇതിനെക്കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ പോലും 100 രൂപ മുടക്കി 2 ബിറ്റ്കോയിൻ സ്വന്തമാക്കിയിരുന്നെങ്കിൽ പോലും ഇന്ന് അതിന്റെ മൂല്യം 1.5 കോടി രൂപയ്ക്ക് മുകളിലാകും. അതാണ് ഈ മേഖലയുടെ വളർച്ച, അല്ലെങ്കിൽ അതാണ് ഈ മേഖലയുടെ പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും, അല്ലെങ്കിൽ പറയേണ്ടി വരും. ഈ മേഖലയെ കുറിച്ച് ക്രിപ്റ്റോ തീർച്ചയായിട്ടും കൂടുതൽ പഠിക്കാൻ ഏതൊരു മേഖലയെ കുറിച്ചും എനിക്ക് തോന്നുന്നു കൂടുതൽ പഠിക്കുക എന്ന് പറയുന്ന സമയത്ത്, ആ മേഖലയിലോട്ട് ഇറങ്ങുന്ന സമയത്താണ് നമുക്കൊക്കെ, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാണ്,
സോ നമുക്ക് എന്തായാലും നമ്മുടെ പ്രോജക്റ്റിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഈ സ്ലൈഡ് കാണാൻ കഴിയുന്നുണ്ടാവും. അപ്പെക്സ് ടോക്കൺ എന്താണ്? അപ്പെക്സ് ടോക്കൺ ഇതൊരു മൾട്ടി നെറ്റ്വർക്ക് യൂട്ടിലിറ്റി ടോക്കൺ ആണ്. എന്തുകൊണ്ടാണ് മൾട്ടി നെറ്റ്വർക്ക് യൂട്ടിലിറ്റി ടോക്കൺ എന്ന് പറയുന്നത്? കാരണം ഇതൊരു ക്രിപ്റ്റോ ടോക്കൺ ആണ്. ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു, 3ഓളം നെറ്റ്വർക്കുകളിലായിട്ടാണ് ഈ ടോക്കന്റെ സപ്ലൈ ഉള്ളത്. അതായത് BSC, ബിനാൻസിന്റെ നെറ്റ്വർക്ക് ആയിട്ടുള്ള BSC, അതേപോലെ ERC, അതേപോലെ TRC, എതേറിയം ട്രോൺ എന്നീ 3 നെറ്റ്വർക്കുകളിലായിട്ട് ഇന്ന് അപ്പെക്സ് ടോക്കന്റെ സപ്ലൈ നടക്കും. സോ ഈ ടോക്കൺ ഇന്ന് നിലവിൽ നമ്മൾ ഒരുപക്ഷെ ഇന്ന് ഈ സ്ക്രീനിന്റെ മുന്നിൽ ഇരിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഒരുപാട് ക്രിപ്റ്റോ കോയിനുകളെ കുറിച്ചും കറൻസികളെ കുറിച്ചും ടോക്കനുകളെ കുറിച്ചും ഒക്കെ ഈ പറഞ്ഞ പോലെ കേട്ടിട്ടുണ്ടാവും. സോ അതിൽ നിന്നും എന്താണ് അപ്പെക്സ് ടോക്കനെ വ്യത്യസ്തമാക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അപ്പെക്സ് ടോക്കൺ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഈ ടോക്കൺ ഓൾറെഡി ഇന്ന് 5ഓളം എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തു, ഫേമസ് ആയിട്ടുള്ള. ഓൾറെഡി ആ എക്സ്ചേഞ്ചുകൾ ഏത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം, മുന്നോട്ട് പറയാം. ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. ആദ്യമായിട്ട് അസ്ബിറ്റ് എന്ന് പറയുന്ന ഒരു ഡെക്സ് എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഈ ടോക്കൺ ലിസ്റ്റിംഗ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാം ലിസ്റ്റഡ് ഓൺ കോയിൻ മാർക്കറ്റ് ക്യാപ്പ്. ഇന്ന് കോയിൻ മാർക്കറ്റ് ക്യാപ്പ് യൂസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും APX അഥവാ അപ്പെക്സ് ടോക്കൺ എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് ഈ ടോക്കന്റെ വാങ്ങാനോ വിൽക്കാനോ ഒക്കെ തന്നെ എന്ത് ചെയ്യും, കോയിൻ മാർക്കറ്റ് ക്യാപ്പ് കഴിയുന്നുള്ളതാണ്. ലിസ്റ്റഡ് ഓൺ ട്രസ്റ്റ് വാലറ്റ്. ട്രസ്റ്റ് വാലറ്റിൽ ഓൾറെഡി ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് ലോകത്തിലെ അല്ലെ ഏതൊരു രാജ്യത്തും യൂസ് ചെയ്യുന്ന ഒരു വാലറ്റാണ് ട്രസ്റ്റ് വാലറ്റ്. ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് ലോഗോ അപ്രൂവ് ചെയ്ത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടോക്കണാണ് അപ്പെക്സ് ടോക്കൺ. അതേപോലെ കോയിൻ ബിറ്റ് എന്ന് പറയുന്ന എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തു. ഇങ്ങനെ ഒരുപാട് എക്സ്ചേഞ്ചുകളിലായിട്ട് ബിറ്റ്മാർട്ട് നമുക്കറിയാം എടുത്തു പറയേണ്ട ഒരു, കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്സ്ചേഞ്ചുകളൊന്നും അമേരിക്കൻ എക്സ്ചേഞ്ച് ആയിട്ടുള്ള ബിറ്റ്മാർട്ടിൽ എന്ത് ചെയ്തു, അപ്പെക്സ് ടോക്കൺ ലിസ്റ്റ് ചെയ്തു. അപ്പൊ നമ്മളിത് ലിസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വെറുതെ പറയാൻ പറ്റില്ല. കാരണം ഇന്ന് നമുക്കറിയാം ടെക്നോളജി വളർന്നു. തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് ബിറ്റ്മാർട്ടിൽ സെർച്ച് ചെയ്ത് നോക്കൂ, അപ്പെക്സ് ടോക്കൺ നിങ്ങൾക്ക് കാണാം. എൽ ബാങ്ക് എന്ന് പറയുന്ന എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തു. ഇങ്ങനെ ഒരുപാട് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിലുപരി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കഴിഞ്ഞ വീക്കിൽ നമ്മളെ ഈ പ്രോജക്റ്റിന്റെ, അതായത് അപ്പെക്സ് ടോക്കൺ എന്ന് പറയുന്ന പ്രോജക്റ്റിന്റെ CEO, ഈ കമ്പനിയുടെ CEO ആയിട്ടുള്ള അഭിജിത്ത് മാണി സാറിനെ കാണാൻ ഒരു മീറ്റിംഗിൽ വെച്ച് കാണാൻ കഴിഞ്ഞു. അദ്ദേഹമായിട്ട് സംസാരിച്ച സമയത്ത് ഒരുപാട് അപ്ഡേറ്റ്സ്, ഈ ഒരു പ്രോജക്റ്റിന് ഒരുപാട് അപ്ഡേറ്റ്സ് അറിയാൻ കഴിഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു അപ്പെക്സ് CX. ഈ സ്ക്രീനിൽ നിങ്ങൾ കാണാം അപ്പെക്സ് CX എന്ന് പറയുന്ന ഒരു ഓൺ ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ ഒരു ഓൺ എക്സ്ചേഞ്ച് എന്ത് ചെയ്യാൻ പോകുന്നു. നമ്മൾ ഇവിടെ ഓൾറെഡി അതിന്റെ ഡെവലപ്മെന്റ് സൈഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് അറിയാൻ കഴിഞ്ഞ കുറച്ച് അപ്രൂവൽ കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു 1-2 ആഴ്ചക്കുള്ളിലൊക്കെ അത് എന്താ പറയാ മാർക്കറ്റിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആവാനുള്ള സാധ്യത പോലും. സോ ഈ ഒരു എക്സ്ചേഞ്ച് നിലവിൽ വരുന്ന സമയത്ത് ഇതിനകത്തെ യൂട്ടിലിറ്റി ടോക്കൺ ആയിട്ടായിരിക്കും അപ്പെക്സ് ടോക്കൺ മാറാൻ പോകുന്നത്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ബിനാൻസ് എന്ന് പറയുന്ന എക്സ്ചേഞ്ചിനകത്തെ യൂട്ടിലിറ്റി ടോക്കൺ ആണ് BNB. നമുക്കറിയാം ബിനാൻസിന്റെ ഗ്രോത്തിനൊപ്പം തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ചെറിയൊരു വാല്യൂ ഉണ്ടായിരുന്ന BNB ഇന്ന് ഹ്യൂജ് വാല്യൂയിലോട്ട് പോയി. സോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. സോ കമ്പനി വലിയ രീതിക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഓൺ എക്സ്ചേഞ്ച് എന്നുള്ള രീതിക്കും കാര്യങ്ങളും ഒക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുന്നു. സോ അതുപോലെ തന്നെ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഇന്ന് ബിനാൻസ് എന്ന് പറയുന്ന എക്സ്ചേഞ്ചിൽ എനിക്ക് തോന്നുന്നു, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ മീറ്റിംഗിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അടുത്ത 3 മാസം, എനിക്ക് തോന്നുന്നു മാക്സിമം പോയത് 4 മാസത്തിനുള്ളിൽ, ഒരു 3 മാസം കൊണ്ട് അല്ലെങ്കിൽ 4 മാസത്തിനുള്ളിൽ അപ്പെക്സ് ടോക്കൺ ബിനാൻസിൽ ലിസ്റ്റ് ചെയ്യാൻ പോകും. ഓൾറെഡി നമുക്ക് ബിനാൻസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പെക്സ് ടോക്കൺ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബിനാൻസിന്റെ നോൺ ലിസ്റ്റഡ് അസറ്റ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പെക്സ് ടോക്കൺ എന്ന് കാണാം. അതിന്റെ റേറ്റ്, വാല്യൂ കാര്യങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. സോ ഇന്ന് ബിനാൻസ് എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾക്ക് ഫെമിലിയർ ആണ്. എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ പോലെയുള്ള ഒരു വ്യക്തി എന്താ പറയുക ബ്രാൻഡ് അംബാസിഡർ ഒക്കെ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച്. സോ അതിനകത്ത് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ബിനാൻസിലൊക്കെ ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് ഹോൾഡേഴ്സ് വേണം, അവർക്ക് ഒരുപാട് എന്താ പറയാ അവരുടേതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതിലൊക്കെ നമ്മൾ ക്വാളിഫൈഡ് ആവണം. സോ ആ രീതിക്കൊക്കെ തന്നെ ഇന്ന് മാർക്കറ്റിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോക്കൺ ആണ് അപ്പെക്സ് ടോക്കൺ. അതിലുപരി ഇന്നിവിടെ നമുക്ക് കാണാം അപ്പെക്സ് ടോക്കൺ ഈസ് നൗ ഒഫീഷ്യലി വെരിഫൈഡ് ഓൺ BSE സ്കാൻ. BSE സ്കാനിൽ എന്ത് ചെയ്തു, ഒഫീഷ്യലി വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. സോ അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ചെറിയൊരു ഐഡിയ എന്താണ് അപ്പെക്സ് ടോക്കൺ, ഈ മേഖലയെ കുറിച്ച് അറിയുന്ന ആളുകൾക്കൊക്കെ
കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. പുതിയ ആളുകളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നിങ്ങളെ ആരാണ് ഇൻവൈറ്റ് ചെയ്തത് ആ വ്യക്തിയുമായി ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ ഞാൻ നേരത്തെ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞു, അഭിജിത്ത് മാണി. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ഈ മേഖലയെ കുറിച്ച് അറിവുള്ള ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ നിലവിൽ ഞാൻ മനസ്സിലാക്കിയ സമയത്ത് ഓൾറെഡി ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്സുകളിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഫാമിലി പരമായിട്ട് ബിസിനസ്മാൻ ആയിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹം ഈ ഒരു കമ്പനിയുടെ മേജർ ഷെയർ ഹോൾഡർ ആയിക്കൊണ്ടാണ് അപെക്സ് ടോക്കൺ എന്ന് പറയുന്ന പ്രോജക്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു മലയാളിയായിട്ടുള്ള ഇദ്ദേഹം ഈ ഒരു കമ്പനിയുടെ ഭാഗമായതുകൊണ്ട്, സിഇഒ ആയതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒരുപാട് മലയാളികളുടെ കയ്യിൽ ഈ പ്രോജക്റ്റ് കൂടുതലായിട്ട് എത്തിയിട്ടുള്ളത്. സോ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം നമ്മുടെ കയ്യിലൂടെയാണ് ഒരുപക്ഷെ ഇന്നും ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളുടെ സർക്കിളിൽ, ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ അല്ലെങ്കിൽ ഫാമിലി സർക്കിളിൽ എത്ര പേര് ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഇനിയും കേൾക്കാത്ത ആളുകൾ. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കേരളത്തിന് പുറത്ത് തമിഴ്നാടും കർണാടകയും അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലോട്ടൊക്കെ ഈ ബിസിനസ് നമ്മളിലൂടെ എന്തുകൊണ്ട് വ്യാപിപ്പിച്ചുകൂടാ? സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ തന്ന വ്യക്തിയാണ് അഭിജിത്ത് മാണി എന്ന് പറയുന്ന വ്യക്തി. സോ സിഇഒ ഓഫ് അപെക്സ് ടോക്കൺ. സോ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുന്നു. അതേപോലെ നമുക്ക് ഇന്ന് ഈ ഒരു പ്രോജക്റ്റ് കേൾക്കുന്ന സമയത്ത് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, ഇതൊരു അഡ്രസ് ഉള്ള കമ്പനിയാണോ, എന്താണ് ഇതിന്റെ എന്താ പറയാ ലീഗൽ സൈഡുകൾ എന്താണ്, അല്ലെങ്കിൽ എവിടെയാണ് രജിസ്റ്റർ ചെയ്തത്? നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സ്ലൈഡ് കാണാം. gov.uk, ഗവൺമെന്റ് ഓഫ് UK ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഫോണിൽ തന്നെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞൊന്ന് ഗൂഗിൾ എടുത്ത് നോക്കുക. ഗൂഗിളിൽ gov.uk സ്പേസ് അപെക്സ് ടോക്കൺ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ UK ഗവൺമെന്റ് വെബ്സൈറ്റിൽ ഡയറക്റ്റ് അപെക്സ് ടോക്കന്റെ പേജിലോട്ട്. അതിനകത്ത് ഈ ടോക്കൺ ഇതിനകത്തൊരു ഓവർവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിലൊരു 30 പേജുള്ള ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് കയ്യിലുള്ള പേജുകളാണ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, അതേപോലെ കമ്പനിയുടെ മറ്റുള്ള ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു 30ഓളം പേജുകൾ. അതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും, ഈ കമ്പനീന്റെ എല്ലാ കാര്യങ്ങളും, ഓപ്പറേഷൻ സൈഡ് ഓൾറെഡി ഞാൻ പറഞ്ഞു UK രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ്. അതിനൊപ്പം കമ്പനി ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യാൻ പറ്റും. നമുക്ക് ചെറിയ രീതിക്കുള്ള അതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു സ്ലൈഡിലോട്ട് പറയാം. സോ ഈ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഫോറക്സിലും ക്രിപ്റ്റോയിലും കമ്പനി ട്രേഡ് ചെയ്യുന്നു. കമ്പനിക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രേഡേഴ്സ്. ഈ ഓപ്പറേഷൻസ് വിങ് എന്ന് പറയുന്നത് ദുബായിലാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ UAE പ്രവർത്തിക്കുന്നത്. സോ അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ ഇതൊരു ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്ത കമ്പനിയാണ്. അതിന്റെ കാര്യങ്ങൾ ഇവിടെ കാണാൻ കഴിയുന്ന ഈ ഒരു സ്ലൈഡിനകത്ത്. പിന്നെ അതേപോലെ എന്താണ് ഇതിന്റെ നമ്മുടെ റോൾ എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ എന്താണ് ലഭിക്കുന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാം ഓൾറെഡി ലിസ്റ്റ് ചെയ്ത ഒരു ടോക്കൺ ആണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. അപ്പൊ നമുക്ക് നമ്മുടെ എന്താ പറയാ BSE നെറ്റ്വർക്കിലുള്ള ടോക്കൺസ് ഓൾറെഡി ഇപ്പൊ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പല ഫെമിലിയർ ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബിറ്റ്മാർട്ട് ഒക്കെ പോലെയുള്ള, എൽ ബാങ്ക് ഒക്കെ പോലെയുള്ള, ഇനിയിപ്പോ കൂക്കോയിനിൽ എനിക്ക് തോന്നുന്നു ഈ നെക്സ്റ്റ് വീക്കോട് കൂടി ഈ ഒരു തൊട്ടടുത്ത ദിവസങ്ങളായിട്ട് കൂക്കോയിനിൽ വരാം. 2 ടയർ എക്സ്ചേഞ്ചുകൾ എന്ത് ചെയ്യുന്നു, നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നു. ബിനാൻസ് എന്ന് പറയുന്ന ഹ്യൂജ് എക്സ്ചേഞ്ചിലോട്ട് വരാൻ പോകുന്നു. സോ ഇങ്ങനെ വരുന്ന സമയത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നമുക്ക് 3 നെറ്റ്വർക്കുകളിലായിട്ടാണ് ഈ ടോക്കൺ നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒന്നും ഇപ്പൊ ലിസ്റ്റ് ചെയ്ത ടോക്കൺ $10 വന്ന് അതിപ്പോ ഓൾറെഡി 10 സെന്റ് എന്ന് പറയുന്ന വാല്യൂവിൽ വന്ന് ഓൾറെഡി ഇപ്പൊ 40 സെന്റ്, 41, 43 എന്നൊക്കെ ഉള്ള രീതിക്ക് അതിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് നെറ്റ്വർക്ക് ആയിട്ടുള്ള ട്രോൺ നെറ്റ്വർക്കിൽ, TRC നെറ്റ്വർക്കിലുള്ള ടോക്കൺ നമുക്ക് 10 സെന്റ് വാല്യൂവിൽ തന്നെ വാങ്ങി നമുക്ക് സ്റ്റേക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്കൊരു $50 ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു 500 ടോക്കൺ നമുക്ക് ലഭിക്കും. ഇത് നമ്മൾ ഒരു 225 ദിവസത്തേക്കുള്ള സ്റ്റേക്കിംഗ് പ്രോഗ്രാം. ഇത് അപെക്സ് ടോക്കൺ എന്ന് പറയുന്ന കമ്പനി കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട്. സോ നമുക്ക് $50 മുതൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 225 വർക്കിംഗ് ഡേയ്സിലോട്ട് നമുക്ക് കമ്പനി, അതായത് വർക്കിംഗ് ഡേയ്സ് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ കാരണം ശനി ഞായർ ഒഴികെയുള്ള ഹോളിഡേയ്സ് ഒഴികെയുള്ള വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്ന സമയത്ത് ഒരു മാസം ഒരു 20 ദിവസം 21 ദിവസമൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്കിവിടെ $50 ആണ് നമ്മുടെ മിനിമം. അതായത് $50 എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യൻ രൂപയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 4500 രൂപ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഒരു ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. ഇനി നമുക്ക് $100 ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 100 ചെയ്യാം, 150 ചെയ്യാം, 250 ചെയ്യാം. ഇങ്ങനെ എത്ര നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. $1000 ചെയ്യാം,
5000 ചെയ്യാം, ഇനിയിപ്പോ $25,000 വരെ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. സോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ബെനിഫിറ്റ്? നമുക്ക് ഈ 225 വർക്കിംഗ് ഡേയ്സിലോട്ട് കമ്പനി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണോ അതിന്റെ 1% ROI ആയിട്ട് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതായത് റേറ്റ് ഓൺ ഇൻവെസ്റ്റ്, അതായത് നമുക്ക് നമ്മുടെ ലാഭവിഹിതമായിട്ട് നമുക്ക് കൃത്യമായിട്ട് ROI കിട്ടുന്നു എന്നുള്ളതാണ്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ ഇതിൽ പറയുകയാണെങ്കിൽ നമുക്കിപ്പോ $1,000 ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ ഒരു റൗണ്ട് ഫിഗർ $1,000 എന്ന് പറയുമ്പോൾ 90,000 രൂപയാണ്. ഒരു റൗണ്ട് ഫിഗർ എന്നുള്ള രീതിക്ക് പറയുകയാണെങ്കിൽ 1,00,000 രൂപയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് USDT-യിലാണ് ഇതിനകത്ത് എല്ലാ ട്രാൻസാക്ഷനും നടക്കുന്നത്. നമുക്ക് എളുപ്പത്തിന് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. അപ്പൊ 1,00,000 രൂപയാണെങ്കിൽ 1,00,000 രൂപേന്റെ 1% എത്രയാ? അതായത് 1000 രൂപ. അപ്പൊ ഒരു ദിവസം 1000 രൂപ റിട്ടേൺസ് ഉണ്ടാവും 1,00,000 രൂപ ക്യാപിറ്റൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച്. ഇങ്ങനെ നമുക്ക് ഒരു മാസം നോക്കുന്ന സമയത്ത് ഒരു 20-21 ദിവസമാണെങ്കിൽ ഒരു ആവറേജ് ഒരു 20,000-21,000 രൂപ റിട്ടേൺസ് എന്ന് പറയുന്ന രീതിക്ക് ലഭിക്കും. സോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു എഫേർട്ട് ഇടാതെ തീർച്ചയായിട്ടും ഒരു സ്മാർട്ട് വർക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അല്ലെ. നമ്മൾ മുമ്പ് ബിറ്റ്കോയിന്റെ ഗ്രോത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടായി ഈ ഒരു പ്രോഗ്രാം നമ്മൾ പ്രസന്റേഷൻ തുടങ്ങി. ബിറ്റ്കോയിനൊക്കെ അന്ന് ഒരു എഫേർട്ട് ഇടാതെ സ്മാർട്ടായിട്ട് ഇത് തിങ്ക് ചെയ്തു, ഈ മേഖല വളരാൻ പോകും, അല്ലെങ്കിൽ ഇതിന്റെ കാലഘട്ടമാണ് മനസ്സിലാക്കിയ ആളുകളെ സംബന്ധിച്ച് അവർക്ക് കോടികൾ സമ്പാദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സോ നമ്മളിവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, നമുക്കിവിടെ ഇന്നുള്ള വാല്യൂവിന് ഈ ടോക്കൺ വാങ്ങി സ്റ്റേക്ക് ചെയ്യാം. ഇതിനകത്തുനിന്ന് കിട്ടുന്ന റിട്ടേൺ, അതായത് കമ്പനി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ട്രേഡിംഗ് കമ്പനി ചെയ്യുന്നു, അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്ന രീതിക്ക് നമുക്കിപ്പോ ഒരു 1 lakh rupees ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു മാസം ഇത്ര എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് റിട്ടേൺ ആയിട്ട് വാങ്ങി ക്യാപിറ്റൽ അവിടെ തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് ഈ സ്റ്റേക്കിംഗ് പീരീഡ് കഴിയുന്ന സമയത്ത് ഈ ടോക്കൺ തീർച്ചയായിട്ടും നമുക്ക് വാല്യൂ കൂടാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. സോ അപ്പൊ ആ സമയത്തുള്ള വാല്യൂ നമുക്ക് വിൽക്കാം, വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം എന്നുള്ള രീതിയൊക്കെ തന്നെ ചെയ്യാവുന്നതാണ് എന്നുള്ളത്. സോ അപ്പോ ഞാൻ ഇവിടെ സൂചിപ്പിച്ചു $50 മുതൽ, അത് കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചിട്ടുള്ളതെങ്കിൽ എന്നുള്ളത്, കാരണം ഏറ്റവും മിനിമം എന്ന് പറയുന്ന രീതിക്ക് ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കണം, എനിക്ക് എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറ്റണം, എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും. കാരണം ഇവിടെ നമ്മൾ ഒരു ക്വാളിഫിക്കേഷൻ നോക്കല്ലേ, ഏത് വ്യക്തിക്കും ഇതിനെക്കുറിച്ച് അറിയാത്ത വ്യക്തികൾക്കാണെങ്കിൽ പോലും കടന്നു വന്ന് ഈ മേഖലയെ കുറിച്ച് പഠിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം നമ്മൾ ഇത് ടീം വർക്ക് ആയിട്ടാണ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ $50 ഉള്ള വ്യക്തിക്കാണെങ്കിൽ പോലും വന്ന് ചെയ്തതിന്റെ ഒരു ഭാഗമായിട്ട് മുന്നോട്ട് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പല രീതിക്കുള്ള ഇൻകങ്ങൾ വാങ്ങാൻ പറ്റുന്നതാണ്. കാരണം ഇതൊരു ഒരു ടൈപ്പ് ഓഫ് ഇൻകം മാത്രമാണ് ഇവിടെ സ്റ്റേക്കിംഗ് പാക്കേജ്. ഇങ്ങനെ സ്റ്റേക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഡയറക്റ്റ് റഫറൽ ത്രൂ ഉള്ള ഒരു റഫറൽ കമ്മീഷനും അതേപോലെ ബൈനറി കമ്മീഷനും കിട്ടുന്ന ഒരു ഓപ്ഷൻ കൂടി എന്ത് ചെയ്തിട്ടുണ്ട് കമ്പനി. ഞാൻ സൂചിപ്പിച്ചു നേരത്തെ, പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് കമ്പനി ഇതും കൂടി ഇവിടെ ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ സ്റ്റേക്കിംഗ് പീരീഡ് എത്ര ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റഫറൽ ത്രൂ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം. നമുക്ക് ഡയറക്ട്ലി നമ്മുടെ സുഹൃത്തുക്കളിലോട്ടൊക്കെ നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഒരു ബിസിനസ് ടീം അല്ലെങ്കിൽ ഒരു സെയിൽസ് ടീമിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലെഫ്റ്റ് ചാനലും ഒരു റൈറ്റ് ചാനലുമായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ലെഫ്റ്റ് ലിങ്ക് ഒരു വ്യക്തിക്ക് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞ് അവരത് ത്രൂ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ലെഫ്റ്റ് ചാനലിൽ പ്ലേസ്ഡ് ആവാം. അവിടെ അതിലൂടെ വരുന്ന ഒരു ടീമില്ലേ, തീർച്ചയായിട്ടും ടീം വർക്കിനും നമുക്ക് റിട്ടേൺസ് ഉണ്ട്. അതാണ് ബൈനറി എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പൊ ഡയറക്റ്റ് റഫറൽ ത്രൂ നമുക്ക് ഇപ്പോ നമ്മൾ സുഹൃത്ത് ഈ മീറ്റിംഗ് കേൾക്കുന്ന ഒരു വ്യക്തി, ഇപ്പൊ ആഷിഖ് എന്ന് പറയുന്ന വ്യക്തി ഈ മീറ്റിംഗ് കേൾക്കുന്നുണ്ടെങ്കിൽ, ആഷിഖ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ഒരു എന്താ പറയാ അനന്തു എന്ന് പറയുന്ന ഒരാൾക്ക് ലിങ്ക് അയച്ചു കൊടുത്തു. അനന്തു സ്റ്റാർട്ട് ചെയ്തു, ലിങ്ക് രജിസ്റ്റർ ചെയ്തു, ആള് ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഇതിനെ സാധ്യത മനസ്സിലാക്കി ഒരു $1000 ഇൻവെസ്റ്റ് ചെയ്തു. ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ റഫറൽ കമ്മീഷൻ ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം 10% ആണ്. സ്പോട്ടിൽ 1000ന്റെ 10% എന്ന് പറയുമ്പോൾ $100 എന്ത് ചെയ്യും ഇവിടെ ജോയിൻ ചെയ്യിപ്പിച്ച് വ്യക്തിക്ക് കിട്ടും എന്നുള്ളതാണ്. സോ ഇതേപോലെ ബൈനറി കമ്മീഷൻ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് മാച്ചിങ് വരുന്ന സമയത്ത് ഇപ്പൊ ഒരു സെയിൽസ് ടീം വന്നു, ഒരു $1000 ലെഫ്റ്റിൽ വന്നിട്ടുണ്ട്, $1000 റൈറ്റിൽ വന്നിട്ടുണ്ട്. ഇത് എത്രയായിക്കോട്ടെ, ഇത് മാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1000 മാച്ച് ചെയ്യുന്ന സമയത്ത് 1000ന്റെ 10% എത്രയാ, $100 ഇൻകായിട്ട് ലഭിക്കും. ഇങ്ങനെ ഒരു ദിവസം മാക്സിമം $1000 വരെയുള്ള ഇൻകം വാങ്ങാനും ഓപ്ഷൻ ഉണ്ട്. സോ അതൊരു സീലിംഗ് ലിമിറ്റ്, കാരണം എല്ലാ ആളുകൾക്കും കൊടുക്കണം. സോ അപ്പോ ഞാൻ ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഒരു ദിവസം നമുക്ക്
ഏറ്റവും മിനിമം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്ര ഡോളർ ആണോ അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വേണമെങ്കിൽ വാങ്ങാം. അതല്ല, അതിനപ്പുറം നമുക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് അതിലൂടെ ഗ്രോത്ത് ഉണ്ടാക്കി അതിനകത്ത് അല്ലെ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ എം എ യൂസഫ് അലി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന് ഇപ്പൊ കോഴിക്കോട്, കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കോഴിക്കോട്, എറണാകുളം, ട്രിവാൻഡ്രം 3 ജില്ലകളിലുള്ള മാളുകളുണ്ട്. അദ്ദേഹം എല്ലാ ദിവസവും അവിടെ ചെന്നിട്ടാണോ അവിടുന്ന് ആൾക്ക് ലക്ഷങ്ങൾ അല്ലെങ്കിൽ അതിലുപരി കോടികളൊക്കെ തന്നെ ആൾക്ക് റിട്ടേൺസ് ഉള്ളത്? ഒരിക്കലും അല്ല. ആൾ അവിടെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ആൾക്ക് വേണ്ടി അവിടെ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. സോ ഇവിടെ വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റിൽ, അതായത് വേറെ ആർക്കും സാലറിയോ അല്ലെങ്കിൽ എന്താ പറയാ സ്റ്റൈപ്പൻഡോ പ്രത്യേകിച്ച് റെന്റോ അങ്ങനെയുള്ള ഒരു കാര്യമില്ലാതെ നമുക്ക് ഒരു സെയിൽസ് ടീമിനെ ക്രിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലുള്ള ഓരോ വ്യക്തികൾക്കും കേട്ടോ എന്നെക്കാൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ സോ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഞാൻ വിശ്വസിക്കുന്ന കാര്യം, ഈ കമ്പനിയിൽ ഇന്ന് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ എത്താനുള്ള വ്യക്തി ഒരുപക്ഷെ നമ്മുടെ ഏതോ സുഹൃത്ത് വലയത്തിൽ എവിടെയോ, ചിലപ്പോൾ ഒരുപക്ഷെ ഇന്ന് ഈ പ്രസന്റേഷൻ നടക്കുന്ന സമയത്ത് ഔട്ട് സൈഡിലൂടെ നടന്നു പോയായിരിക്കും വെറുതെ ഇത് കേൾക്കാതെ. സോ അത്തരം ആളുകളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മേഖലയിൽ വിജയിക്കാൻ പറ്റും. സോ ഇതിലൊക്കെ ഉപരി ഞാൻ സൂചിപ്പിച്ചു, ഒരുപാട് എക്സ്ചേഞ്ചുകൾ നിന്ന് എന്ത് ചെയ്തു? ഈ ടോക്കൺ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. സോ ഇതാണ് നമ്മുടെ ഒരു കമ്പനിയുടെ ഒരു പ്രസന്റേഷൻ, അല്ലെങ്കിൽ എന്താ പറയാ ഇതിന്റെ ഒരു ഈ ഓപ്പർച്യൂണിറ്റി എന്താണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള കാര്യങ്ങൾ. സോ എന്തായാലും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംതിങ് ഞാൻ സൂചിപ്പിച്ചു, 5ഓളം എക്സ്ചേഞ്ചുകൾ വന്നു, അതിലുപരി ബിനാൻസിൽ വരാൻ പോകുന്നു. സോ ഇതൊക്കെ ഇങ്ങനെ ആദ്യമായിട്ട് കേൾക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എനിക്ക് ഈ മേഖലയുടെ പൊട്ടൻഷ്യൽ അറിയാം. സോ ഈ മേഖലയുടെ പൊട്ടൻഷ്യൽ അറിയുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. സോ സംതിങ് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഈ ഒരു പ്രൊജക്റ്റിലോട്ട് ആരാണോ നിങ്ങളോട് ഇത് ഷെയർ ചെയ്തത്, ആരാണോ നിങ്ങളെ ഈ ഒരു ലിങ്ക് അയച്ചു തന്നത് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. സോ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകളെ കുറിച്ച് ആളുകളോട് പോയിട്ട് അല്ലെ നമ്മൾ ചോദിക്കോ, ഇപ്പൊ നമ്മുടെ വീട്ടിൽ SSLC പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി. അപ്പൊ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനെ എങ്ങനെ ഫുൾ A+ കിട്ടാം എന്നുള്ളത് 10ാം ക്ലാസ് തോറ്റ ഒരാളോട് പോയി ചോദിച്ചൊരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ മേഖലയെ കുറിച്ച് അറിയാവുന്ന വ്യക്തികളോട് തീർച്ചയായിട്ടും മനസ്സിലാകാത്ത കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക. സോ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഈ മേഖലയിലോട്ട് കടന്നു വരാൻ കഴിയട്ടെ. അപ്പെക്സ് ടോക്കൺ എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റിയിലൂടെ വലിയ വിജയങ്ങൾ ലൈഫിൽ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എന്തായാലും എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു. താങ്ക് യു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു വിഷ്ണു സാർ. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് വിഷ്ണു സാറ്. എങ്ങനെയാണോ പറയേണ്ടത് ആ ഒരു രീതിക്ക്. അപ്പെക്സിന്റെ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് വരാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1% കിട്ടും. അതൊന്നല്ല, ഏതൊരു ചെറിയൊരു കുട്ടി പോലും ഈ ഒരു മീറ്റിംഗിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ സ്ക്രീൻ ഷെയർ ചെയ്ത് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിലുള്ള പുതിയ കടന്നു വന്നിട്ടുള്ള എല്ലാവരോടായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ആരാണോ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചത് ആ ആളുകളെ എന്തായാലും കോണ്ടാക്ട് ചെയ്യാം, അവരോട് ഇതിന്റെ ഡീറ്റെയിൽ ചോദിക്കുക, ഇന്ന് തന്നെ അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഇനിയും നമുക്ക് BOP വരും. നമുക്ക് ഈ ഒരു മീറ്റിംഗ് പ്ലാൻ പ്രസന്റേഷൻ ഒക്കെ കേട്ടു. നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന, അതുപോലെ തന്നെ കമ്പനിയുടെ ഏറ്റവും നല്ല രീതിയിൽ ബിസിനസ് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ്. ഇത് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു മോട്ടിവേഷൻ ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അരുൺ സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോടിൽ അത്യാവശ്യം നല്ല രീതിക്ക് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഏതൊരു സ്ഥലത്തും ആ വ്യക്തി കാണാൻ പറ്റും. ഞാനൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് എവിടെ പോയാലും സാർ ഉണ്ടാവും, എവിടെ വിളിച്ചാലും സാർ ഉണ്ടാവും. അത്രക്കും നല്ല രീതിയിലേക്ക് കമ്പനിയിലും അതേപോലെ ടീം വർക്കായിട്ടും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് സാർ. പ്ലീസ് വെൽക്കം സാർ. ഓക്കെ, താങ്ക് യു ഉസ്ര മാഡം. എന്റെ പേര് പരിചയപ്പെടുത്തി, അരുൺ സിക്കൻ എന്നാണ്, കോഴിക്കോടാണ് സ്വദേശം. ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ഏകദേശം 6 മാസമായിട്ട് പ്രവർത്തിച്ചു വരുന്നു. എനിവേ, ഇന്ന് ആദ്യമായിട്ട് പ്ലാൻ കേൾക്കുന്ന ആളുകൾ ഈ ഒരു മീറ്റിംഗിൽ ഉണ്ടാവും. ഒരുപക്ഷെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. കാരണം തീർച്ചയായിട്ടും ഞാനും ഈ പ്രോജക്റ്റിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഡൗട്ടോട് കൂടിയിട്ടാണ് വന്നത്. പക്ഷെ എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്, ഒരുപക്ഷെ ഞാൻ ഈ പ്രോജക്റ്റിൽ വരുമ്പോൾ എത്രത്തോളം ഈ ബിസിനസ് പ്ലാൻ മനസ്സിലാക്കിയിട്ട് അതല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള സമയം എടുത്തു, അതിനേക്കാളൊക്കെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് വിഷ്ണു സാർ ഇവിടെ വളരെ പവർഫുൾ ആയിട്ട് അല്ലെ, വളരെ ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്ന രീതിയിൽ ഈ പ്ലാൻ പ്രസന്റ് ചെയ്തു. അത് ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. വളരെ മനോഹരമായിട്ട് അത് പ്രസന്റ് ചെയ്തു. അതിന് ഉപരി
ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പ്രോജക്റ്റ് ടയർ 3 എക്സ്ചേഞ്ച് ആയിട്ടുള്ള അസ്ബിറ്റ് എക്സ്ചേഞ്ചിൽ മാത്രമേ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അസ്ബിറ്റ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിൽ മാത്രം ലിസ്റ്റ് ചെയ്തിരുന്ന ഒരു കോയിൻ ട്രസ്റ്റ് വാലറ്റിൽ വരും എന്നുള്ള ഒരു അനൗൺസ്മെന്റ് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. ഒരു പക്ഷേ ആ സമയത്ത് നമ്മൾ ഒരാളോട് പറയുന്ന സമയത്ത് നമുക്ക് പറയാനുണ്ടായിരുന്നത് ടയർ 3 എക്സ്ചേഞ്ച് ആയ അസ്ബിറ്റിൽ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ട്രസ്റ്റ് വാലറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടാമെന്നും അതുപോലെ തന്നെ ബിറ്റ്മാർട്ട് മറ്റുള്ള എക്സ്ചേഞ്ചുകളിലേക്കൊക്കെ പെട്ടെന്ന് വരുമെന്ന് മാത്രം പറയാൻ സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് കോൺഫിഡന്റോട് കൂടി നമുക്ക് പറയാൻ പറ്റും ഇന്ന് 5 എക്സ്ചേഞ്ചിൽ, ഇപ്പൊ ബിറ്റ്മാർട്ട്, എൽബാങ്ക്, st.com തുടങ്ങിയ പ്രമുഖ എക്സ്ചേഞ്ചുകൾ ഉൾപ്പെടെ ഇന്ന് 5 എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കറൻസിയാണ് അപെക്സ് ടോക്കൺ എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് വിഷ്ണു സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ട്രസ്റ്റ് വാലറ്റ്, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വാലറ്റ്, അതിൽ ലോഗോ അപ്രൂവ് ചെയ്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കോയിനാണ്. നിങ്ങൾ വേണമെങ്കിൽ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് ട്രസ്റ്റ് വാലറ്റ് ലോഗോ അപ്രൂവ് ചെയ്ത് കിട്ടണമെന്നുള്ള ക്രൈറ്റീരിയ എന്നുള്ളത്. ഇനി റീസെന്റ് നമുക്ക് വരാൻ പോകുന്ന ഇനി വന്നിട്ടുള്ള അനൗൺസ്മെന്റ് കുക്കോണിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ബിനാൻസിൽ 3 മാസത്തിനുള്ളിൽ ബിനാൻസ് ലിസ്റ്റ് ചെയ്യപ്പെടാം. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്ന സമയത്ത് ഒരു പക്ഷേ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ടാവും. അവരെ സംബന്ധിച്ച് എന്താണ് ക്രിപ്റ്റോ എന്ന് ചിലപ്പോൾ ബിറ്റ്കോയിൻ എന്ന് മാത്രം കേട്ട ആളുകൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ തീർച്ചയായിട്ടും ഒരു പക്ഷേ ഈ മേഖലയെ കുറിച്ച് നമ്മൾ അറിയില്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. കാരണം കാലഘട്ടം വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്കറിയാലേ, എപ്പോഴും പറയും നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന് പറയുന്ന പോലെ നമ്മളും നാട് മാറുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറാൻ തയ്യാറാണ്. ഇപ്പോഴും പല ആളുകളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലുണ്ട്, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നത് അല്ലെ, എല്ല് മുറിയെ പണിയെടുത്താൽ പല്ല് മുറിയെ തിന്നാം. അപ്പോ അത് പണ്ടത്തെ പഴഞ്ചൊല്ലാണ് അല്ലെ. ഇന്ന് എല്ല് മുറിയെ പണിയെടുത്താൽ എല്ല് മുറിയലേ ഉണ്ടാവുള്ളൂ, പല്ല് വേറെ തിന്നാൻ കഴിയില്ല. ഒരുപാട് നമ്മുടെ നാട്ടിൽ ഒരുപാട് കാന കീറുന്ന ആളുകളുണ്ട്, ഒരു വെയിലത്ത് നിന്നുകൊണ്ട് കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുന്ന ആളുകളുണ്ട്, എത്രയോ എഫേർട്ട് ഇടുന്ന ആളുകളുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അവരുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ പണം ഉണ്ടെന്ന്? പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇന്ന് സ്മാർട്ട് വർക്കിന്റെ കാലഘട്ടമാണ്. ചിലപ്പോൾ ഒരു പക്ഷേ കൊച്ചുകുട്ടി, ഞാൻ എപ്പോഴും പറയുന്നത് 8 വയസ്സ് പ്രായം പോലും ആവാത്ത കൊച്ചുകുട്ടികൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട് 10 ലക്ഷം രൂപയൊക്കെ മന്ത്ലി ഏൺ ചെയ്യുന്ന ആളുകളുണ്ട് ഈ കാലഘട്ടത്തിൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ചെയ്തിട്ട്, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്തിട്ട് പണം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ ഈ കാലഘട്ടം എങ്ങോട്ടാണ് പോകുന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതല്ലാതെ പഴയ പഴഞ്ചൊല്ലും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം അത് കൃഷിയൊക്കെ ഉള്ള സമയത്തുള്ള പഴഞ്ചൊല്ല. അന്ന് പാടത്തിറങ്ങി പണിയെടുത്താൽ മാത്രമേ പൈസ കിട്ടുള്ളൂ, ശരിയാണ്. പക്ഷെ ഇന്ന് പാടത്തിറങ്ങി പണിയെടുത്താൽ നമുക്കറിയാം അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത്. കർഷക സമരങ്ങൾ നമ്മൾ കാണുന്നതാണ്. അപ്പൊ ആ കാലഘട്ടം കഴിഞ്ഞു, അഗ്രികൾച്ചറൽ ഏജ് കഴിഞ്ഞു, പിന്നീട് ഇൻഡസ്ട്രിയൽ ഏജ് വന്നു. അങ്ങനെ ഓരോ കാലഘട്ടവും കഴിഞ്ഞ് ഇന്നിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാം അല്ലെ, ടെക്നോളജി ഇത്രയേറെ ഡെവലപ്പ് ചെയ്യുന്ന കാലഘട്ടമാണ്. ഇന്ന് മനുഷ്യന്മാർ ആവശ്യമില്ല. നമ്മൾ ചിന്തിക്കുകയാണ്, ഇപ്പം നമ്മൾ പലപ്പോഴും റോഡിലൊക്കെ പോകുന്ന സമയത്ത് ഇപ്പൊ എല്ലാവരും ഹെൽമെറ്റ് വെക്കും, സീറ്റ് ബെൽറ്റ് ഇടും. കാരണം മറ്റൊന്നല്ല, പോലീസ് ചെക്കിംഗ് ആണെങ്കിൽ നമുക്ക് ആ സമയത്ത് എടുത്തു വെക്കാം. ഇപ്പൊ ക്യാമറകളാണ് അല്ലെ, അതിനെ വെട്ടിച്ച് പോകാൻ കഴിയില്ല, എല്ലാവർക്കും പേടിയാ. പണ്ടൊക്കെ ഒരു പോലീസ് ചെക്കിംഗ് ഉണ്ടെങ്കിൽ റോഡ് വഴിയെ ഫുള്ള് ആളുകൾ നിർത്തിയിട്ടുണ്ടാവും ബൈക്കൊക്കെ. കാരണം പോകുന്ന ആള് സിഗ്നൽ കൊടുത്തിട്ടുണ്ടാവും, ലൈറ്റ് ഇട്ട് കാണിച്ചിട്ട് സിഗ്നൽ കൊടുത്തിട്ടുണ്ടാവും. ഇന്ന് അതൊന്നുമില്ല. കാരണം ഇന്നൊക്കെ AI ആണ്. നമ്മൾ ചിന്തിച്ചു നോക്കാം, പോലീസ് റിക്രൂട്ട്മെന്റിൽ എത്ര വേക്കൻസീസ് കുറഞ്ഞിട്ടുണ്ടാവും. ഇന്ന് എല്ലാ സ്ഥലത്തും CCTV ക്യാമറകളാണ്, അതുപോലെ തന്നെ പല കാര്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക ആ രീതിയിൽ കാലഘട്ടം മാറിക്കഴിഞ്ഞു. അപ്പൊ പുതിയ അവസരം വരുമ്പോ നമ്മൾ അതെല്ലാം തെറ്റാണ് എന്ന് ചിന്തിക്കുന്നതിലുപരി അതിൽ എന്തെങ്കിലും ഒരു റോൾ ഉണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കാം. കാരണം നമ്മൾ മനസ്സിലാക്കുക, ഇന്നത്തെ കച്ചവടം, ഇന്ന് വരുന്ന യുവാക്കളെ സംബന്ധിച്ച് ഇന്ന് തൊഴിലവസരങ്ങൾ കുറയുന്നുണ്ട് അല്ലെ. നമുക്കറിയാം, ഒരു പക്ഷെ ഇന്ന് ഒരു വീട് കഴിഞ്ഞു പോകുന്നത് അച്ഛനോ അമ്മയൊക്കെ ജോലിക്ക് പോയിട്ടാണ്. ചിലപ്പോ MSc കഴിഞ്ഞ് MCOM കഴിഞ്ഞ് പല കോഴ്സസ് കഴിഞ്ഞിട്ടും വീട്ടിലിരിക്കുകയാണ് കുട്ടികൾ. പുറത്തു പോയിട്ട് ഒരു ലൈം ജ്യൂസ് വാങ്ങി കഴിക്കണമെങ്കിൽ പോലും അച്ഛന്റെയോ അമ്മയുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥയാണ്, അല്ല അവരുടെ പോക്കറ്റ് കൈയിടേണ്ട അവസ്ഥയാണ്. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കണ്ടേ ടെക്നോളജി എത്രയാണ് ഡെവലപ്പായി. ഇനി ആളുകൾക്ക് അവസരങ്ങൾ കുറയും, അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. മുമ്പൊക്കെ ബാങ്കുകളിൽ നമ്മൾ പോകുന്ന സമയത്ത് എനിക്കറിയാം, എന്റെ ചെറുപ്പത്തിലൊക്കെ വീക്കിലി ഒരു തവണയെങ്കിലും നമ്മൾ ബാങ്കിലൊക്കെ പോകണം. കാരണം മറ്റൊന്നുമല്ല, ബാങ്കുകളിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ട് പോകണം. ഇപ്പൊ ATM കൗണ്ടർ മെഷീനിൽ തന്നെ ആളുകൾ പോകുന്നില്ല, ഫുൾ ട്രാൻസാക്ഷൻ ഓൺലൈനിലാണ്. റീചാർജ് ചെയ്യാൻ ഷോപ്പുകളിൽ പോകണ്ട, ഓൺലൈൻ ഓർഡേഴ്സ് ആണ് എല്ലാ കാര്യങ്ങളും. അതിലുപരി വലിയ വലിയ ഭീമന്മാർ മാർക്കറ്റിൽ ഇറങ്ങി ഡയറക്റ്റ് റീറ്റെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇന്ന് ടാറ്റയും റിലയൻസ് ഒക്കെ റീറ്റെയിൽ രംഗത്തുള്ളത് സ്റ്റുഡിയോ പോലെ, റിലയൻസ് ട്രെൻഡ്സ് പോലെ ഔട്ട്ലെറ്റുകളാണ്. സാധാരണ കച്ചവടക്കാർക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു പക്ഷേ നമ്മളെ ഭാവി സുരക്ഷിതമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും പുതിയ കാലഘട്ടത്തിലുള്ള ബിസിനസ്സുകളെ മനസ്സിലാക്കണം. അപ്പൊ ആ സമയത്താണ് പലപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം കിട്ടിയാലും അപ്പൊ പോയിട്ട് അഭിപ്രായം ചോദിക്കും. ഈ അഭിപ്രായം കേൾക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ആ ചോദിക്കപ്പെടുന്ന ആൾക്ക് ഒരു ഇതിന് പറയാനുള്ള ഒരു റൈറ്റ് ഉണ്ടോ അല്ലെങ്കിൽ അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നൊന്നും, അല്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ടോ എന്നൊന്നും നമ്മൾ നോക്കാറില്ല. നമ്മളത് ചോദിക്കും. അവർക്ക് വായി തോന്നിയ ഒരു അഭിപ്രായം പറയും. അത് കേട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാതിരിക്കും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും പെട്ടെന്ന് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉപദേശമാണ്, അല്ലെ? ആർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാം. ഇപ്പൊ ചിലപ്പോ ഒക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഈ പാമ്പ് കടിച്ചു നിൽക്കുന്ന ഒരാളെ പലരും ചേർന്ന് ഉപദേശിക്കും. നീ ടെൻഷൻ ആവരുത്, രക്തസമ്മർദ്ദം കൂടും, ഓടരുത്, പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ പറയുന്നവനെ പാമ്പ് കടിച്ചുള്ള അവസ്ഥ എന്താ? ഇവൻ ടെൻഷൻ ആവാതെ പ്രഷർ കൂട്ടാതിരിക്കും. അപ്പൊ പറയാൻ ആർക്കും പറയാം, പക്ഷെ അത് പ്രവർത്തിക്കാൻ പ്രയാസമാണ്. നമ്മളെ ഉപദേശിക്കുന്ന ആളുകൾ ഉപദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അവരുടെ കീശയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഒന്നും ഇന്നേ വരെ ലോകത്ത് ഒന്നും നേടാത്ത ആളുകളെടുത്ത് നമ്മൾ ഉപദേശം സ്വീകരിക്കുക. നമ്മൾ ഉപദേശം സ്വീകരിക്കുമ്പോൾ അതിന് അർഹതയുള്ള ആളെടുത്ത് വേണം നമ്മൾ സ്വീകരിക്കാൻ. ഇപ്പൊ ഞാനിത് പറയാൻ കാരണം വെച്ചാൽ, എന്ത് പ്രോജക്റ്റ് കേട്ടാലും ഒന്നും അറിയാത്ത ആളെടുത്ത് പോയി അഭിപ്രായം ചോദിക്കും, അല്ലെ? ഇപ്പൊ നമുക്ക് നല്ല പനി വന്നു, നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളെടുത്ത് പോയിട്ട് കാര്യമുണ്ടോ? വിദ്യാഭ്യാസം മാത്രമല്ല, അവരുടെ പ്രൊഫഷൻ നമ്മളല്ലേ. നല്ല പനിയാണ്, നമ്മൾ ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള ഒരു എഞ്ചിനീയർ എടുത്ത് പോയിട്ട് നമ്മൾ അതിനുള്ള എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് കാര്യമില്ല. അത് ഡോക്ടർ എടുത്ത് തന്നെ പോകണം. അല്ലെങ്കിൽ ഒരു വീട്, ഒരു ബിൽഡിങ്ങിന് നല്ലൊരു പ്ലാൻ വരയ്ക്കണമെങ്കിൽ അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളാണോ? അതായത് നിങ്ങൾ ഈ ഒരു ക്രിപ്റ്റോ മേഖലയിൽ ഇങ്ങനെ ഒരു അവസരം കേട്ടിട്ടുണ്ടെങ്കിൽ ഈ മേഖലയെ കുറിച്ച് അറിയുന്ന ആളുകൾ എടുത്ത് ചോദിക്കണം. അതല്ലാതെ ഒരു പക്ഷെ മറ്റു ഒരുപാട് ആളുകൾ എടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം പലരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്. ഇപ്പൊ ഞാൻ ഈ 6 മാസം കൊണ്ട് ഈ കമ്പനിയിൽ നിന്ന് ഡെയിലി തരുന്ന സീലിംഗ് $1000, 90,000 രൂപ ഡെയിലി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഡെയിലി 90,000 രൂപ വാങ്ങിക്കുന്നു പറയുമ്പോൾ പല ആളുകൾക്കും സംശയമുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ഞാൻ അത് അയച്ചു തരാം. ഇന്നലെ ഞാൻ മീറ്റിംഗിൽ സ്ക്രീനൊക്കെ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. POP ആയതുകൊണ്ട് അത് കാണിക്കുന്നത്. പലപ്പോഴും പറയും അവർ പറയുന്നതായിരിക്കും ചെയ്യുന്നത്, പക്ഷെ ഇത് നമുക്ക് കാണിച്ച് തരാൻ പറ്റുന്ന കാര്യമാണ്. എന്തുകൊണ്ട് ആ വരുമാനത്തിൽ എത്തി ചോദിച്ചാൽ, ഞാൻ ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യുന്നത്. ഇപ്പോ MA യൂസഫ് അലി ഒരു ദിവസം പനിച്ച് വീട്ടിൽ കിടന്നാൽ അദ്ദേഹത്തിന്റെ വരുമാനത്തിന് എന്തെങ്കിലും കുറവുണ്ടാകുമോ? പക്ഷെ നമ്മുടെ നാട്ടിൽ സാധാരണ പണിക്ക് പോകുന്ന ഒരാൾ കിടന്നാലും അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുന്ന ദിവസം ആ ദിവസം സാലറി ഉണ്ടാവില്ല, അല്ലെ? MA യൂസഫ് അലി ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു, 1 ലക്ഷം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാള് 1 രൂപ ലാഭം ഉണ്ടാക്കി കൊടുത്താൽ അദ്ദേഹത്തിന്റെ വരുമാനം 1 ലക്ഷം രൂപയാണ് ഒരു ദിവസം, ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മളെ വരുമാനം കൂടണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഒരു എക്സ്ട്രാ ഓർഡിനറി സ്കില്ലുള്ള ആളാണോ? ഇപ്പൊ നമ്മൾ പറയാം ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ, അല്ലെങ്കിൽ മമ്മൂട്ടിയെ പോലെ, അല്ലെങ്കിൽ മോഹൻലാലിനെ പോലെ, അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ പോലെ ഒരു എക്സ്ട്രാ സ്കില്ല് വേണം. അതല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ഒരു സാധാരണക്കാരനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒറ്റതില്ല, ലീവറേജ് എന്ന് പറഞ്ഞ ടേം ഉണ്ട്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കുറച്ച് ആളുകൾ വേണം. അതിന് നമുക്ക് വിദ്യാഭ്യാസമോ വലിയ ക്വാളിറ്റി ഒന്നും വേണ്ട. വലിയ വലിയ ഹോസ്പിറ്റലുകൾ റൺ ചെയ്യുന്ന ഓണേഴ്സ് എന്ന് പറഞ്ഞത് ചിലപ്പോൾ 8ാം ക്ലാസ്സിൽ കുസ്തിയുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അത് അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ MBBS കഴിഞ്ഞ ആളുകൾ, MD കഴിഞ്ഞ ആളുകൾ, ചിലപ്പോൾ അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് ബിസിനസ് മാനേജ്മെന്റിലൊക്കെ അത്രയും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന MBA കഴിഞ്ഞ ആളുകൾ ഉണ്ടാവും. അതല്ലെങ്കിൽ അതിന്റെ അക്കൗണ്ട്സ് നോക്കുന്നത് CA-കാരായിരിക്കും. ഇതൊക്കെ ഉണ്ടാവും. അയാള് ഓണർ ചിലപ്പോൾ 8ാം ക്ലാസ് കുസ്തിയായിരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും വിദ്യാഭ്യാസമുള്ള ഈ ആളുകളൊക്കെ അവര് പഠിച്ചതിന്റെ എല്ലാത്തിന്റെ റിസൾട്ട് കിട്ടുന്നത് ഈ ഓണർക്കാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, അപ്പൊ കാലഘട്ടം എന്ന് പറഞ്ഞ ആ രീതിയിൽ. അപ്പൊ നമുക്ക് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് വലിയ കഴിവോ കപ്പാസിറ്റിയോ ഒന്നും വേണ്ട. ഒരു കാര്യം വേണം, നമുക്ക് കമ്മിറ്റ്മെന്റ് വേണം, പഠിക്കാൻ തയ്യാറാണ്. ഒരുപാട് പ്രോജക്റ്റുകൾ ക്രിപ്റ്റോ എന്ന് പറഞ്ഞ് പുറത്ത്. ഇപ്പൊ ഞാൻ പല ആളുകളോട് ഡിസ്കസ് ചെയ്യുമ്പോൾ പല ആളുകൾ പറയും, സാറേ ഞാൻ ഒരു ക്രിപ്റ്റോ പ്രോജക്ട് വന്നിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ ജോയിൻ ചെയ്തു, എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ ചോദിക്കും, എന്ത് ക്രിപ്റ്റോ പ്രോജക്റ്റാണ് നിങ്ങൾ ചെയ്തത്? അപ്പൊ അവർ പറയും, ഞാൻ ഇങ്ങനെ ഒരു ക്രിപ്റ്റോ പ്രോജക്ട് വന്നു. ഞാൻ ചോദിച്ചാൽ അവർക്ക് ഒരു കോയിൻ ഉണ്ടോ? ഇല്ല. അവര് കോയിൻ കൊണ്ടുവരും എന്ന് പറഞ്ഞാണ്. കോയിൻ കൊണ്ടുവരും എന്ന് പറഞ്ഞ കമ്പനി ക്രിപ്റ്റോ പ്രോജക്റ്റ് ആണ്. അതല്ലെങ്കിൽ കോയിൻ ഉണ്ട്, അത് ലിസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് പറയുന്ന കമ്പനി ക്രിപ്റ്റോ ആണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം കാണിച്ചിട്ട്, വെബ്സൈറ്റ് കാണിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്ന കമ്പനി ക്രിപ്റ്റോ ആണ്. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ പറഞ്ഞ ഒരു കമ്പനിയും ക്രിപ്റ്റോ അല്ല, ഇവരൊക്കെ സ്കാം ചെയ്യാൻ വന്ന ആളുകളാണ്. ക്രിപ്റ്റോ കമ്പനി എന്ന് പറഞ്ഞ ഒരു കറൻസി വേണം, അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവണം, അത് പ്രമുഖമായിട്ടുള്ള ഇപ്പോ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം, അതിനൊരു വിഷൻ വേണം, അതിനൊരു പ്രോജക്റ്റ് വേണം, മറ്റു കാര്യങ്ങൾ വേണം. ഇതൊന്നും ഇല്ലാത്ത ഏതൊക്കെയോ കമ്പനികളിൽ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്തിട്ട്
പൈസ പോയി കഴിഞ്ഞിട്ട് ക്രിപ്റ്റോ കമ്പനി എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ ചിന്തിച്ചു, പല ആളുകളും പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിപ്റ്റോ പ്രോജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്തു, ക്രിപ്റ്റോയിൽ ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, അതൊന്നും ക്രിപ്റ്റോ പ്രോജക്റ്റുകളല്ല. ക്രിപ്റ്റോ പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊരു ടോക്കൺ ഡെവലപ്പ് ചെയ്യണം, അതിന് ടോട്ടൽ എത്ര ടോക്കൺ വേണം, അത് എത്ര ബേൺ ചെയ്യണം എന്നുള്ള തീരുമാനങ്ങൾ വേണം, അതോടൊപ്പം അതിന്റെ ബാക്ക് എൻഡിലുള്ള പ്രോജക്റ്റുകൾ വേണം, അതോടൊപ്പം തന്നെ ആ ടോക്കണിന്റെ ഏതൊക്കെ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നു, അതിന്റെ കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ അതാണ് ക്രിപ്റ്റോ. ഇവിടെ നമ്മളെ സംബന്ധിച്ച് മനസ്സിലാക്കാം, നമ്മൾ A to Z പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ള ഒരു കമ്പനി. അതും നമ്മൾ ഉപയോഗിക്കുന്ന പല ക്രിപ്റ്റോ കറൻസികളും അല്ലെങ്കിൽ ക്രിപ്റ്റോ പ്രോജക്റ്റുകളും, ഞാൻ ഇതിന്റെ സിഇഒ ആരാണ്? നിങ്ങൾ പറഞ്ഞ കമ്പനീസ് അല്ല സാറേ, അതിന് സിഇഒ അല്ല. സിഇഒ അല്ലാതെ പിന്നെ എന്താണുള്ളത്? സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ? നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പ് ചെയ്ത കുറെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവും. അതല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം, നമുക്ക് കൃത്യമായിട്ട് നെല്ല് ഏതാണ് പതിരേതാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം വേണം. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ബിസിനസ്സിൽ ഒരു കാരണവശാലും ഒരാൾ സംസാരിച്ചതിന്റെ പേരിൽ നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഇതിനെ കുറിച്ച് പഠിക്കുക. അരുൺ സത്യൻ എന്ന് പറഞ്ഞ വ്യക്തി ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ ബിസിനസിനെ കുറിച്ച് പഠിച്ചിട്ടാണ് ഈ ബിസിനസ്സിൽ ഇറങ്ങിയത്. അതുകൊണ്ട് ഞാൻ കോൺഫിഡന്റ് ആണ്. ഞാൻ സംസാരിക്കുന്ന ആളുകളോട് എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ 100% അർപ്പിച്ചോളൂ. നിങ്ങളുടെ എൻ്റെ ലൈഫ് മാറ്റാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ്. നിങ്ങൾ എന്ത് സ്വപ്നം കണ്ടാലും ആ സ്വപ്നത്തിന്റെ ചിറകിലേറി പറക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ്. നിങ്ങൾ വീഴില്ല, കാരണം അത്രയും പവർഫുൾ ആയുള്ള ഒരു പ്ലാറ്റ്ഫോമിന്റെ കൂടെയാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കുക. ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഈ പ്ലാൻ പ്രസന്റ് ചെയ്ത് കേൾക്കേണ്ട, ഗൂഗിൾ എടുത്തിട്ട് സെർച്ച് ചെയ്ത് നോക്കാം. ഇത് ബിറ്റ്മാർട്ടോ അല്ലെ എൽബാങ്ക് ST.com ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ട്രസ്റ്റ് വാലറ്റ് ലോഗോ, അവിടെയാണ് പല കമ്പനികളും പറയുന്നത് ട്രസ്റ്റ് വാലറ്റിലുള്ള ഒരു കോയിൻ ആണെന്ന് പറഞ്ഞു വരും. അവിടെയൊക്കെ അഡ്രസ് ലിങ്ക് ചെയ്യുന്നതാണ്. അഡ്രസ് ലിങ്ക് ചെയ്യും. നിങ്ങളെ ട്രസ്റ്റ് വാലറ്റ് സെർച്ച് ചെയ്താൽ കിട്ടില്ല, മറിച്ച് അഡ്രസ് ലിങ്ക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ട്രസ്റ്റ് വാലറ്റ് പറ്റും. ഇവിടെ നിങ്ങൾ ലോകത്തുള്ള ഏതൊരാളെ അക്കൗണ്ടിലും നിങ്ങൾക്ക് കയറി സെർച്ച് ചെയ്യാം. അപെക്സ് എന്ന് അടിച്ചാൽ അപെക്സ് ടോക്കണിന്റെ APX എന്ന് പറഞ്ഞ കറൻസി നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. കാരണം ട്രസ്റ്റ് വാലറ്റിൽ ലോഗോ അപ്രൂവ് ചെയ്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ടാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമുക്ക് എന്തുമൊക്കെ വിളിച്ചു പറയാൻ പറ്റില്ല. വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സത്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇന്ന് ഇപ്പൊ നേരത്തെ വിഷ്ണു സാറോടെ പറഞ്ഞ പോലെ, മാതാപിതാ ഗുരു ദൈവം മാറി ഗൂഗിൾ ദൈവമായിട്ടുണ്ട് അല്ലെ. ഇന്ന് എന്ത് കാര്യം പറഞ്ഞാലും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പൊ നമ്മൾ മനസ്സിലാക്കാം, ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളെ കാത്തു നിൽക്കുന്നത്. കാരണം ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് ടോക്കൺ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വലിയൊരു കമ്മ്യൂണിറ്റി വേണം. ആ കമ്മ്യൂണിറ്റിയിൽ ആളുകൾ അത് യൂസ് ചെയ്യണം. അങ്ങനെ ടോക്കൺ വലിയൊരു വാല്യൂലേക്ക് മാറുന്ന സമയത്ത് ഒരുപാട് ആളുകൾ പുറത്തുനിന്ന് ഈ ഇതിൽ എക്സ്ചേഞ്ചിലേക്ക് കടന്നു വരികയും, അതുപോലെ ബയ്യേഴ്സും സെല്ലേഴ്സും ഒക്കെ വരുന്ന സമയത്താണ് ഇതിന് വലിയൊരു വാല്യൂലേക്ക് മാറുക. അതിന് നമ്മളെ കമ്പനിക്ക് ആവശ്യമുണ്ട്. ആ കമ്പനിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് $0.1 ലിസ്റ്റ് ചെയ്തിട്ടുള്ള കറൻസി, ഇന്ന് അതിന്റെ റേറ്റ് 0.43 റേറ്റ് ആണ്. 4142 ആ റേഞ്ചിലാണ്. നിങ്ങൾ മനസ്സിലാക്കുക, $0.1 ലിസ്റ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഈ കറൻസി വാങ്ങിച്ചു വരുന്നെങ്കിൽ, ഇന്ന് നിങ്ങളുടെ അസറ്റ് എന്ന് പറയുന്നത് 41 ലക്ഷം രൂപയാണ്. വെറും 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട്, ഞാൻ പറയുന്നു ഒരുപാട് സമയമില്ല, കറൻസി ലിസ്റ്റ് ചെയ്ത് വന്നിട്ട് 8 മാസമൊക്കെ ആയിരുന്നേ ഉള്ളൂ. ഈ 8 മാസം കൊണ്ട് ഏകദേശം നിങ്ങൾ ചിന്തിച്ചു ഒരു 3 മടങ്ങോളം ഗ്രോത്ത് ഇന്ന് ആ കറൻസിക്ക് ഉണ്ടായിട്ടുണ്ട്. വെറും 10 ലക്ഷം രൂപ. ഇനി 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളാണെങ്കിൽ ഇന്ന് 4 ലക്ഷം രൂപക്ക് ആളുടെ അസറ്റ് കയ്യിൽ വെക്കാമെന്നല്ല ഞാൻ പറഞ്ഞത്. എക്സ്ചേഞ്ച് നിങ്ങൾക്ക് വിറ്റ് പണമാക്കി മാറ്റാൻ പറ്റും. ആ രീതിയിലേക്ക് കറൻസി എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു വൈകിയ വേളയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. നിങ്ങൾ ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക, പഠിച്ച് മനസ്സിലാക്കുക. ഈ ഒരു അവസരം നമുക്കറിയാം, ലോകത്തെ എല്ലാവരെയും സക്സസിലേക്ക് എത്തിയുന്ന അവസരങ്ങളാണ്. പക്ഷെ അവസരങ്ങൾ കിട്ടിയതുകൊണ്ട് കാര്യമില്ല, അത് നമ്മുടെ അവസരമാണെന്ന് മനസ്സിലാക്കുന്ന ആളുകൾ മാത്രമേ ലൈഫിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഈ അവസരത്തെ കുറിച്ച് പഠിക്കുക, അത് നിങ്ങളുടെ അവസരമാണെന്ന് മനസ്സിലാക്കുക, വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അതിന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യും. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു. നമുക്ക് വേണ്ടി പറയുന്നത് കേൾക്കുന്നില്ല കേട്ടോ. ഇല്ല, സാറ് പറയുന്നത് കേൾക്കുന്നില്ല. സാറിന്റെ വോളിയോ ഇങ്ങോട്ടേക്ക് വരുന്നില്ല. നമുക്കത് ഓക്കെ. ഓക്കെ. നമുക്ക് ഒരുപാട് കാര്യങ്ങള് നമുക്ക് അരുൺ സാറ് പറഞ്ഞു തന്നു.
നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തി കൂടാണ് നമ്മുടെ അരുൺ സാറ്. നമുക്ക് നമ്മൾ എന്താണോ ചെയ്യേണ്ടത്, നമ്മൾ എന്താണോ ആഗ്രഹിക്കേണ്ടത്, അതൊക്കെ നമുക്ക് കേട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും നല്ലൊരു തീരുമാനം എടുക്കുക. ആ ഒരു ക്രിപ്റ്റോ എന്താണെന്ന് കൂടുതൽ പഠിക്കാനും ശ്രമിക്കുക. എന്നിട്ട് നല്ലൊരു തീരുമാനം എടുത്ത് അപ്പെക്സിലേക്ക് കയറി വരാം. ഈ കയറി വന്നിട്ട് നിങ്ങൾ നല്ലൊരു പൊസിഷനിലേക്ക് എത്താനും കൂടി ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ഗുഡ് നൈറ്റ് ഓൾ. താങ്ക് യു.